എവിടെയും ഭീതി പരത്തുകയാണ് കുട്ടിക്കുറ്റവാളികൾ. സ്കൂളുകളിലും ക്യാമ്പസുകളിലും ചോര മണക്കുന്നു. ചെറിയ വാക്കുതർക്കത്തിന് പോലും ആയുധങ്ങൾ എടുക്കുന്ന വിദ്യാർത്ഥികൾ. പാലക്കാട് ഒറ്റപ്പാലത്തെ ITIയിലെ കൂട്ടയടി ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണ്. സഹപാഠിയുടെ മർദ്ദനത്തിൽ ITI വിദ്യാർത്ഥി സാജന്റെ മൂക്കിൻ്റെ എല്ല് പൊട്ടി. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സഹപാഠിയായ കിഷോർ സാജന്റെ കഴുത്ത് ഞെരിക്കുകയും തുടർന്ന് സ്വകാര്യ ഭാഗങ്ങളിൽ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഒറ്റപ്പാലത്തെ സ്വകാര്യ ITIയിൽ ഫെബ്രുവരി 19 രാവിലെയായിരുന്നു മർദ്ദനം. സഹപാഠിയുടെ ക്രൂരമർദ്ദനത്തിൽ സാജന്റെ മൂക്കിന്റെ പാലം തകർന്നു. കണ്ണിന് താഴെയും ആഴത്തിലുള്ള മുറിവുണ്ട്. സഹപാഠിയായ കിഷോർ പിന്നിലൂടെ വന്ന് സാജന്റെ കഴുത്ത് ഞെരിക്കുകയും തുടർന്ന് സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പിതാവ് ആരോപിക്കുന്നത്. ഒരു മുൻവൈരാഗ്യവും ഇല്ലാതെയായിരുന്നു ആക്രമണം എന്നും പിതാവിന്റെ പരാതിയിൽ പറയുന്നു. കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി യാതൊരു പ്രകോപനവും ഇല്ലാതെ പുറകിലൂടെ വന്ന് കഴുത്തിൽ പിടിച്ചമർത്തി അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചമർത്തുകയും അപ്പോൾ അവനാകെ ടെൻഷനായിട്ട് കുതിരി എണീറ്റ സമയത്ത് ഈ കിഷോർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മോൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചതിൽ മോൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നു പോയി. ഒരു 2.5 സെൻറ്റിമീറ്റർ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും ഇടയിൽ ഒരു 2.5 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഒരു മുറിയുമായി. സഹപാഠികൾക്കിടയിൽ വെച്ച് സാജനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ സാജന്റെ ശസ്ത്രക്രിയ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. സഹപാഠിയായ 20-കാരൻ കിഷോറിനെതിരെ പോലീസ് കേസെടുത്തു. ഒരു പ്രകോപനവുമില്ലാതെ ക്ലാസ് മുറിയിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്.